സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അഭിമുഖീകരിക്കാനിരിക്കുന്ന ഒരു പൊതുപരീക്ഷയെ സംബന്ധിച്ചാണ് എനിക്കല്പം പറയാനുള്ളത്. നമ്മുടെ ദുനിയാവിൽ നടക്കുന്ന ഒരു പരീക്ഷയല്ല അത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഏത് പ്രായക്കാരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ആരാവട്ടെ, എല്ലാവർക്കും നേരിടാനിരിക്കുന്ന ഒരു പൊതുപരീക്ഷ. ആ പരീക്ഷയുടെ ജയപരാജയങ്ങളുടെ ജയപരാജയങ്ങൾക്കനുസരിച്ചായിരിക്കും മരണാനന്തരം വമ്പിച്ച നീണ്ടു നിൽക്കുന്ന അനശ്വരമായ ഒരു ജീവിതത്തിൽ മനുഷ്യൻ്റെ ക്ഷേമങ്ങളും അതുപോലെ തന്നെ അവൻ്റെ പരാജയങ്ങളുമൊക്കെ വിലയിരുത്തപ്പെടുക. ചില സൂചനകൾ മാത്രം പറഞ്ഞു ഞാൻ മതിയാക്കും. നമ്മൾ ആലോചിക്കുക, നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരന്ത്യമുണ്ട്. ഞാനും നിങ്ങളും അടങ്ങുന്ന മാനവ സമൂഹത്തിൻ്റെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരവസാന നിമിഷമുണ്ട്. ആ നിമിഷം നമ്മൾ ആഗ്രഹിച്ചു വരുന്ന നിമിഷങ്ങളല്ല. നമ്മളാരും വിചാരിച്ച സമയത്തോ സ്ഥലത്തോ നടക്കുന്ന വേർപാടുമല്ല. ഒരു ഉന്നതമായ പൊതുപരീക്ഷയ്ക്ക് നമ്മെ ഒരുക്കി തയ്യാറാക്കി കൊണ്ടുപോകുവാൻ, നമ്മെ ഇറക്കി കൊണ്ടുപോകുവാൻ, നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ മഹാരഥന്മാരായ മലക്കുകൾ ഇറങ്ങി വരുന്ന ഓരോരുത്തരുടെയും അന്ത്യദിനമാകുന്ന, മരണദിനമാകുന്ന ആ ഏറ്റവും വലിയ വേർപാടിൻ്റെ സമയം. അതാണ് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരു തർക്കവുമില്ലാതെ, ഇനി ആരെങ്കിലും തർക്കിച്ചാൽ തന്നെ ഒരു നിവൃത്തിയുമില്ലാതെ കീഴടങ്ങി ഒതുങ്ങിക്കൊടുക്കേണ്ടി വരുന്ന നമ്മുടെ അവസാനത്തെ സന്ദർഭം. ആ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്, ഇറക്കിക്കൊണ്ടു പോവുകയാണ് ഒരു ഉന്നതമായ പരീക്ഷാ ഹാളിലേക്ക്. ആ പരീക്ഷാ ഹാളിന് നമുക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പേര് നൽകാം, ബർസഖ്. അതല്ലെങ്കിൽ ഖബർ ജീവിതം. അവിടെ നടക്കാനിരിക്കുന്ന ഏറ്റവും മഹത്വമേറിയ ഒരു പരീക്ഷ. ആ പരീക്ഷയിൽ നടക്കാനിരിക്കുന്ന ചോദ്യങ്ങൾ, ആ പരീക്ഷയിൽ അഭിമുഖീകരിക്കാനിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണ്. ആ പരീക്ഷാ ഹാളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന, നമ്മെ അതിലേക്ക് ഇറക്കിക്കൊണ്ടുപോകുന്ന ദിനമാണ് നമ്മുടെ മരണത്തിൻ്റെ ദിവസം. പരീക്ഷയെ സംബന്ധിച്ചുള്ള ആധിയും വ്യാധിയും അതിനെക്കുറിച്ചുള്ള വെപ്രാളവും ബേജാറുമൊക്കെ ദുന്യാവിലുള്ള പരീക്ഷയെ സംബന്ധിച്ച് വളരെയേറെ നമ്മുടെ മനസ്സുകളിലൊക്കെ അനുഭവിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം തിരിച്ചറിയാറുണ്ട്. ദുന്യാവിലുള്ള പരീക്ഷയുടെ കേന്ദ്രത്തിലേക്ക് ഒരുപക്ഷെ ഞാൻ എത്തിക്കൊള്ളണം എന്നില്ല. ആ പരീക്ഷ എനിക്ക് എഴുതാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ആ പരീക്ഷയിൽ എനിക്ക് വിജയിക്കാനും കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ഇനി വിജയിച്ചാൽ തന്നെയും ഒരു തൊഴിൽ രംഗത്തേക്ക് എനിക്ക് കാലെടുത്ത് വെക്കുവാനും സാധിച്ചു കൊള്ളണം എന്നില്ല. കാരണം ഈ ലോകത്ത് നിന്നുള്ള മനുഷ്യന്റെ വേർപാട് അങ്ങനെയാണ്. അതിന് പ്രായമില്ല, അതിന് ലിംഗവ്യത്യാസമില്ല. ഏത് സമയത്തും, അതേത് പ്രായക്കാരനാണെങ്കിലും, ശിശുവാണെങ്കിലും, അതുപോലെ തന്നെ കൗമാരപ്രായക്കാരനാണെങ്കിലും, അതുപോലെ യുവാവാണെങ്കിലും, വയോവൃദ്ധനാണെങ്കിലും, മധ്യവയസ്കനാണെങ്കിലും, ആരാണെങ്കിലും മരണത്തിൻ്റെ തീയതി അങ്ങ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിവൃത്തിയില്ല. എതിരു പറയാൻ, നോ പറയാൻ ഒരിക്കലും സാധ്യമല്ലാത്ത ആ വേർപാടിൻ്റെ ദിവസം വരാനുണ്ടെന്ന നിലക്ക് ദുന്യാവിൽ നമ്മൾ വെപ്രാളപ്പെടുന്ന, ബേജാറോടുകൂടെ കാത്തിരിക്കുന്ന പരീക്ഷകളൊന്നും നമുക്കൊരു പക്ഷേ ഒരു പ്രശ്നമായി മാറില്ല. പക്ഷേ എനിക്കും നിങ്ങൾക്കും അഭിമുഖീകരിക്കാനിരിക്കുന്ന മരണാനന്തരം നമ്മുടെ ഖബറെന്ന ജീവിതത്തിൽ നേരിടാനുള്ള മഹത്തായ ഒരു പരീക്ഷയുണ്ട്. അത് ഗുരുതരമാണ്, അത് ഗൗരവതരമാണ്. ആ പരീക്ഷയിലേക്ക്, പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ നടന്നു ചെല്ലുന്നതല്ല, നമ്മെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്, നമ്മെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ടു പോകുന്നതാണ്. ഇറക്കിക്കൊണ്ടു പോകുമ്പോ, കൂട്ടിക്കൊണ്ടു പോകുമ്പോ നമ്മുടെ ബന്ധുമിത്രാദികൾ കൂടെയുണ്ട്, ഇഷ്ടജനങ്ങൾ കൂടെയുണ്ട്, സഹപാഠികൾ കൂടെയുണ്ട്, ഇഷ്ടപ്പെട്ടവരും പലരും നമ്മുടെ പിന്നാലെയുണ്ട്.
പക്ഷേ അവരെല്ലാം നമുക്കൊരുക്കിയിട്ടുള്ള 6 അടി മണ്ണിലെ ആ കേന്ദ്രത്തിലേക്ക്, അഥവാ പരലോകത്ത് നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷയുടെ മുമ്പേ നമുക്കിറങ്ങി താമസിക്കുവാനുള്ള അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോക യാത്രയിലേക്കുള്ള ഇടത്താവളമായി നമുക്ക് ഇറങ്ങി താമസിക്കേണ്ടുന്ന ഒന്നാമത്തെ ഭവനമായ ഖബർ. ആ ഖബറിലേക്ക് നമ്മെ ഇറക്കി വെക്കുമ്പോ, ആ ഖബറിലേക്ക് നമ്മുടെ ഭൗതികമായ ശരീരം ഇറക്കി വെച്ച് നമ്മോടൊപ്പം വന്നു ചേർന്നിട്ടുള്ള ആളുകളെല്ലാം പിരിഞ്ഞു പോകുമ്പോ ആരും നമ്മുടെ കൂടെ ആ മണ്ണറയിൽ കൂട്ടിനില്ല. നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്, നാം ചെയ്തിട്ടുള്ള അമലുകൾ മാത്രമാണ് നമ്മുടെ കൂടെയുള്ളത്. സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സകല സംവിധാനങ്ങളും അവസാനിച്ചു പോയി. ഇനി ഒരു കർമ്മം ചെയ്യുവാൻ നമുക്ക് വേദിയില്ല. ഒരു കർമ്മങ്ങൾ നമ്മുടെ റെക്കോർഡിലേക്ക് ചേർക്കാൻ ഇനി നമുക്ക് അവസരമില്ല. അവസാന ദിവസത്തോടുകൂടി അത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ എവിടെ വെച്ചാണോ മരണം നമ്മെ പിടികൂടുന്നതെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് മനുഷ്യൻ കൊതിച്ചു പോകുന്ന ഒരു ആഗ്രഹമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അടങ്ങുന്ന ആർക്കെത്ര രൂപത്തിൽ അരുത് എന്ന് പറയാനും കഴിയാത്ത, ഒരിക്കലും എനിക്കതിന് സാധ്യമല്ലെന്ന് പറയാൻ കഴിയാത്ത കീഴടങ്ങലിന്റെ നാള്, ആ സമയത്ത് മനുഷ്യന്റെ മരണത്തിന്റെ അവസാന ഘട്ടം, ആ അവസാന ഘട്ടമാണെന്ന് ഉറപ്പാകുമ്പോ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ശാരീരികമായി തന്നെ അവൻ വെപ്രാളം കൊണ്ട് വളരെയേറെ വികാരപ്രകടനങ്ങൾ നടത്തുകയാണ്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. സർവശക്തനായ നാഥന്റെ വിചാരണ നേരിടാൻ വേണ്ടി, അവൻ ഏർപ്പെടുത്തിയ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടി പിരിഞ്ഞു പോവുകയാണെന്ന് ഉറപ്പാകുമ്പോ അവസാനത്തെ ശ്വാസത്തിന്റെ ഘട്ടത്തിലേക്ക് ശരീരത്തിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ താളഗതികൾ അങ്ങ് മാറ്റം വരുമ്പോ റൂഹങ്ങ് പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ കൈകാലുകൾ നിവർത്തിയും മടക്കിയുമൊക്കെ വേദന സഹിക്കവയ്യാതെ കണങ്കാലുകൾ കൂട്ടിപ്പിരിഞ്ഞുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് മനുഷ്യൻ കൊതിച്ചു പോവുകയാണ്. എന്താണ് അവൻ കൊതിച്ചു പോകുന്നത്? റബ്ബിർജിഊൻ, എൻ്റെ രക്ഷിതാവേ, ഒരല്പസമയം കൂടി എനിക്കൊരു ചാൻസ് തരാമോ? ഒരല്പസമയം കൂടി എനിക്കൊന്ന് ചാൻസ് തരാമോ രക്ഷിതാവേ? റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരാമോ? എന്തിനാണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഒരുപാട് നന്മകൾ കേട്ടവനാണ്, നന്മകൾ ചെയ്യണം എന്ന ഉത്ബോധനങ്ങൾ കേട്ടവരാണ്, ഒരുപാട് സദസ്സുകളിൽ നിന്ന് അത് ദിവസങ്ങളോളം പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ അന്നൊക്കെ ഞാൻ അതിനോട് പുച്ഛ മനോഭാവം പ്രകടിപ്പിച്ചവനാണ്. എനിക്ക് പലതിനോടും ഒരു പരിഹാസ മനോഭാവമായിരുന്നു. റബ്ബേ, ഇപ്പോഴെനിക്ക് ബോധ്യമായി, മരണത്തിന്റെ വേളയിൽ യാഥാർത്ഥ്യ ബോധം വീണ്ടു വരികയാണ്. ഓരോ മനുഷ്യനും അവിടെ ഉറപ്പിച്ചും തറപ്പിച്ചും അവൻ ഗ്രഹിക്കുകയാണ്, കേട്ടതൊക്കെ സത്യമായിരുന്നു, അറിഞ്ഞതെല്ലാം 100% യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് ലാസ്റ്റ് ബെല്ലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, മരണത്തിന്റെ കാലൊച്ച കേട്ടിട്ടുണ്ട്, ഇതുവരെ കാണാത്ത ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ഞാനോ
നിങ്ങളോ ഒരു മാലാഖയുടെ ശബ്ദം കേട്ടവരല്ല, ഒരു മലക്കിന്റെ ശബ്ദം കേട്ടവരല്ല, മലക്കുകളെ കണ്ടവരല്ല. പക്ഷേ ഈ ലോക ജീവിതത്തിൽ നിന്ന് വിട്ട് പരലോക ജീവിതത്തിലേക്ക് നമ്മുടെ റൂഹങ്ങ് കണക്ട് ചെയ്യപ്പെടുമ്പോ ഈ ലോകത്തുള്ള കാഴ്ചകൾക്കപ്പുറം ചിലതൊക്കെ നമ്മൾ കാണാനിരിക്കുകയാണ്. ഈ ലോക കേൾവിക്കപ്പുറം ചിലതൊക്കെ അപ്പോൾ കേട്ടു തുടങ്ങുകയാണ്. അപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം സത്യമായിരുന്നു, കേട്ടത് മുഴുവൻ യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ കേട്ടിട്ടും പഠിച്ചിട്ടും പഠിപ്പിക്കപ്പെട്ടിട്ടും ഉത്ബുദ്ധരാക്കപ്പെട്ടിട്ടും നന്മയുടെ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തെ വൃഥാ കഴിച്ചു കൂട്ടിയവനാണ്. അതുകൊണ്ടാണ് ഈ കേണപേക്ഷ, റബ്ബിർജിഊൻ, എൻ്റെ രക്ഷിതാവേ എന്നെ ഒന്ന് മടക്കി തരാമോ, ലഅല്ലി അഅ്മലു സാലിഹാ ഫീമാ തറക്തു, പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളൊക്കെ ഇനിയൊന്ന് ജീവിതത്തിൽ എനിക്കൊന്ന് ചെയ്യണം, എനിക്കൊന്ന് നന്നാവണം, എനിക്കൊന്ന് കർമ്മം ചെയ്യണം, എനിക്കൊരു നല്ലവനായ മനുഷ്യനായി ജീവിക്കണം. സാധിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു ചാൻസ് എനിക്ക് തരാമോ? മരണത്തിന്റെ വേളയിൽ ഈ രംഗത്ത് വളരെ മോശമായ നിലക്ക് പ്രതികരിച്ച ആളുകൾ മുഴുവനും അത് ചോദിക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് അല്ലാഹുവിന്റെ വചനമാണ്.